എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് സ്മിറ്റനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ടും ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എനിക്ക് കൂടുതലായിട്ടും കമൻറ്റ് വരുന്നത് എങ്ങനെയാണ് ചേച്ചി ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങിക്കുക, എങ്ങനെയാണ് ചേച്ചി ട്രയൽ പാക്ക് ഓർഡർ ചെയ്യുക, എനിക്ക് സ്മിറ്റണിൽ നിന്ന് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനൊന്നും റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കുറേ പേർക്കൊക്കെ നമ്മൾ പേഴ്സണലി മെസ്സേജ് അയച്ച് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇല്ലാതെ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസൊക്കെ അറിയാനായിട്ട് പറ്റും. ഞാനും ആദ്യം ഒരു 6 മാസം മുന്നേ ഈ ഒരു സ്മിറ്റനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാനും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ട്രയൽ പാക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമെന്നോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. ആ വീഡിയോയിൽ പറയുന്നതും ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഇന്ന രീതിയിൽ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാം, വേറെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ കയറി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് 199 റുപ്പീസിന് നമുക്ക് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. ഡെലിവറി ചാർജ് ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുക്കുന്നതെങ്കിൽ 50 രൂപ എക്സ്ട്രാ ആവുമായിരുന്നു. ഇപ്പോൾ ഞാനങ്ങനെ കുറേ നാളായിട്ട് ട്രയൽ പാക്ക് ഓർഡർ ചെയ്യലില്ല, എനിക്ക് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ്സ് കിട്ടലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. നമുക്ക് സ്മിറ്റണിൽ 3 തരത്തിൽ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാം. ഒന്ന് വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാം. രണ്ടാമത് നമുക്ക് ട്രയൽ പാക്ക് ഓർഡർ ചെയ്യാം. മൂന്നാമത് വന്നിട്ട് നമുക്ക് സ്ഥിരം നമ്മൾ വാങ്ങിക്കുന്ന ബ്രാൻഡ് പൈസ കൊടുത്തിട്ട്, അതായത് നമ്മൾ പേർപ്പിളിലൊക്കെ വാങ്ങിക്കൂലേ, അതുപോലെ നമുക്ക് പൈസ കൊടുത്തിട്ട് ആ പല പല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ 2 രീതിയാണ് നമ്മളിതിൽ പറയുന്നത്. ഒന്ന് ട്രയൽ പാക്ക് ഓർഡർ ചെയ്യുന്നതും രണ്ടാമത് വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നതും. നമ്മൾ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് പ്രോഡക്റ്റ്സ് വാങ്ങിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമല്ലോ. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അക്കൗണ്ടിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക. അക്കൗണ്ടിൻ്റെ ഓപ്ഷനിലേക്ക് പോയിട്ട് റെഫർ ആൻഡ് ഏൺ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയിട്ട് അതിൽ നമുക്ക് ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ടു സ്മിറ്റൺ എന്ന് കൊടുത്തിട്ട് വാട്സപ്പിലോ ടെലിഗ്രാമിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 കോയിൻസ് കിട്ടും. ഈ 20 കോയിൻസിന് പുറമേ ആയിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആദ്യത്തെ ട്രയൽ പാക്ക് ഓർഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ 200 കോയിൻ കിട്ടും. ആദ്യത്തെ ട്രയൽ പാക്ക് അവർ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 199 പ്ലസ് ഡെലിവറി ചാർജ് കൊടുത്തിട്ട് അവർ ആദ്യത്തെ പാക്ക് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 കോയിൻ കിട്ടും. അതുപോലെ നമ്മൾ 2 പേർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് അവർ ഈ ട്രയൽ പാക്ക് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 400 കോയിൻ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് റെഡീം ചെയ്യാനായിട്ട് പറ്റുന്നത് 500 കോയിൻ ആയാലും മാത്രമേ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ ഒരുപാട് 50 രൂപയ്ക്ക് USB LED ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കുറഞ്ഞ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഈ ഫിൽറ്ററിൽ പോയിട്ട് നമ്മൾ കാറ്റഗറി എടുക്കുക, അല്ലെങ്കിൽ ഫിൽറ്ററിൽ പോയിട്ട് നമുക്ക് സ്മിറ്റൺ ബക്സ് ഹൈ ടു ലോ ഉണ്ട്, ലോ ടു ഹൈ ഉണ്ട്. അപ്പോൾ ഞാൻ ലോ ടു ഹൈ ആണ് എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിന് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഫസ്റ്റായിട്ട് അവരിങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിക്കും. അതിൽ ആദ്യം 20 കോയിൻ വെച്ചിട്ടാണ് മൊത്തത്തിൽ കിടക്കുന്നത് ഫസ്റ്റ് വരുന്നതൊക്കെ. അപ്പോൾ ഞാൻ കുറേ അധികം ട്രയൽ പാക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് ഞാൻ ഇതിനായിട്ട് മാത്രമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന്, ഈ സ്മിറ്റണിൽ നിന്ന് മാത്രമായിട്ട് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോയിന് റെഡീം ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ട്രയൽ പാക്ക് എങ്ങനെ ഓർഡർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോളിഡേ പാസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. 29 രൂപയായിരുന്നു. ഇപ്പോൾ ഞാൻ രാവിലെ നോക്കിയപ്പോഴത്തേക്ക് 59 രൂപയാണ്. 59 രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ട്രയൽ പോയിൻറ്റ് കിട്ടും. നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒരു 6 ട്രയൽ പോയിൻറ്റ് കിട്ടും. ഈ 6 ട്രയൽ പോയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നമ്മളെ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. അഡ്രസ്സ് കൊടുക്കുമ്പോഴും നമുക്ക് ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളെ ലൊക്കേഷനിലേക്ക് ഡെലിവറി ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ ഇത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലർക്ക് ആ ലൊക്കേഷനിൽ ചിലപ്പോൾ ഡെലിവറി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കിട്ടാത്തത് കേട്ടോ. പിന്നെ എന്താ പറയാനായിട്ട്, ഇപ്പം നമുക്ക് ടോട്ടൽ കാണിക്കുന്നത് 199 രൂപ പ്ലസ് 36 രൂപ വെച്ചിട്ട് GST ഉൾപ്പെടെ 235 രൂപയാണ് നമ്മൾ ഈ 6 ട്രയൽ പാക്കിന് വേണ്ടിയിട്ട് ഒന്ന് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ എക്സ്ട്രാ ട്രയൽ പാക്ക് കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ചാർജും കൂടെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് സ്മിറ്റണിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. നമുക്ക് സ്മിറ്റണിൽ നിന്ന് 3 തരത്തിൽ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനായിട്ട് പറ്റും. ട്രയൽ പോയിൻറ്റ് യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാം, പിന്നെ ഫ്രീ ആയിട്ടും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ട്രയൽ പോയിൻറ്റ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് കാണിക്കുന്നത്. പിന്നെ 29 രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ട്രയൽ പോയിൻ്റ് കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം 12 ട്രയൽ പോയിൻറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ 199 രൂപയ്ക്കാണ് ഇത്രയും പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 29 രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ട്രയൽ പോയിൻറ്റും കൂടെ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ പ്രോഡക്റ്റും കൂടെ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം തന്നെ ട്രയൽ പാക്കുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ചെറിയ സൈസിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ട്രയൽ പാക്ക് വാങ്ങി യൂസ് ചെയ്ത് നോക്കി നമ്മളെ സ്കിൻ ടൈപ്പിന് ചേരുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ പാക്ക് വാങ്ങാനായിട്ടായിരിക്കാം ഇവർ ഈ ഒരു ട്രയൽ പാക്ക് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്.